ലോകകപ്പ് ക്വാർട്ടർ ഫൈനലിൽ മൊറോക്കോയ്ക്കെതിരായ പോരാട്ടത്തിൽ ഫ്രഞ്ച് നായകൻ കിലിയൻ എംബാപ്പയ്ക്ക് പെനാൽറ്റി പിഴച്ചതിന് പിന്നിൽ റഫറിയുടെ പിഴവുണ്ടെന്ന് വൻ വിമർശനം. മത്സരത്തിൽ ഫ്രാൻസ് ജയിച്ചു കയറിയെങ്കിലും ആദ്യ പകുതിയിൽ എംബാപ്പയുടെ പെനാൽറ്റി കിക്ക് നഷ്ടമായ സംഭവം ഫുട്ബോൾ ലോകത്ത് വലിയ ചർച്ചകൾക്കാണ് വഴി തുറന്നിരിക്കുന്നത്. മൊറോക്കൻ താരം നുസ്രൈ മസ്രാവി ബോക്സിനുള്ളിൽ എംബാപ്പയെ വീഴ്ത്തിയതിനെ തുടർന്നാണ് അർജന്റീന റഫറി ഫാഗുണ്ടോ ടെല്ലോ ഫ്രാൻസിന് അനുകൂലമായി പെനാൽറ്റി വിസിലൂതിയത്. എന്നാൽ തുടർന്നുണ്ടായ സംഭവ വികാസങ്ങളാണ് എംബാപ്പയുടെ ഏകാഗ്രത തകർത്തതെന്നാണ് നിരീക്ഷണം. പെനാൽറ്റി അനുവദിച്ച ശേഷം നീണ്ട VAR പരിശോധനയ്ക്കായി കളി തടസ്സപ്പെടുകയായിരുന്നു. ഇതിനു പുറമെ പെനാൽറ്റി സ്പോട്ടിൽ പന്ത് വെച്ച രീതി ശരിയായില്ലെന്ന് കാണിച്ചുകൊണ്ട് റഫറി ഇടപെട്ടതും വൈകൽ വർദ്ധിപ്പിച്ചു. ഒടുവിൽ പെനാൽറ്റി കിക്ക് എടുക്കുന്നതിനായി എംബാപ്പയ്ക്ക് കാത്തിരിക്കേണ്ടി വന്നത് 3 മിനിറ്റും 12 സെക്കൻഡും. ഈ ദീർഘമായ കാത്തിരിപ്പ് താരത്തിന്റെ സ്വാഭാവിക താളത്തെയും ഏകാഗ്രതയെയും ബാധിക്കുകയായിരുന്നുവെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നു. എംബാപ്പ എടുത്ത ദുർബലമായ കിക്ക് മൊറോക്കൻ ഗോൾ കീപ്പർ യാസിൻ ബേനു അനായാസമാണ് തടുത്തത്. പെനാൽറ്റി അനുവദിച്ച ശേഷമുള്ള ഈ അനാവശ്യ വൈകൽ തികച്ചും നീതികേടാണെന്ന് പ്രമുഖ ഫുട്ബോൾ നിരീക്ഷകനായ റോയ് കീൻ വിശകലന പരിപാടിയിൽ അഭിപ്രായപ്പെട്ടു. ലോകോത്തര കളിക്കാരാണെങ്കിൽ പോലും ഇത്രയും വലിയ സമ്മർദ്ദഘട്ടത്തിൽ താരങ്ങളെ കാത്തിരിക്കാൻ നിർബന്ധിതരാക്കുന്നത് ശരിയല്ലെന്ന് അദ്ദേഹം വ്യക്തമാക്കി. പെനാൽറ്റിക്കായി ഒരു സ്ട്രൈക്കർ കാത്തിരിക്കേണ്ടി വരുന്ന ഓരോ നിമിഷവും അയാളുടെ ഏകാഗ്രതയാണ് ബാധിക്കുന്നത്. ആ സമയം മാനസികമായ മേൽക്കൈ ലഭിക്കുന്നത് ഗോൾ കീപ്പർക്കും പ്രതിരോധ നിരക്കുമാണ്. ഈ നിയമ സംവിധാനം സ്ട്രൈക്കർമാർക്ക് തിരിച്ചടിയാണ്, കീൻ കൂട്ടിച്ചേർത്തു. പെനാൽറ്റി ബോക്സിൽ കാത്തിരിപ്പ് നീളുമ്പോൾ സ്ട്രൈക്കർമാരുടെ മനസ്സിൽ അനാവശ്യ സംശയങ്ങൾ കടന്നുകൂടുമെന്ന് മുൻ ആഴ്സണൽ താരം ഇയാൻ റൈറ്റും വ്യക്തമാക്കി. എന്നാൽ ആദ്യ പകുതിയിലുണ്ടായ ഈ അപ്രതീക്ഷിത പതർച്ച രണ്ടാം പകുതിയിൽ എംബാപ്പയെ തളർത്തിയില്ല. മത്സരത്തിന്റെ 60-ാം മിനിറ്റിൽ മനോഹരമായ വളഞ്ഞ കിക്കിലൂടെ ഫ്രാൻസിന് ലീഡ് നൽകിയ എംബാപ്പെ തുടർന്ന് ഓസ്മാൻ ഡെബല്ലയുടെ ഗോളിന് വഴിയൊരുക്കുകയും ചെയ്തു. ഒടുവിൽ 2-0 മത്സരം ജയിച്ച് ഫ്രാൻസ് സെമിയിൽ കടന്നെങ്കിലും പെനാൽറ്റി എടുക്കാൻ വൈകിക്കുന്ന റഫറിയിങ് ശൈലി ഫുട്ബോൾ ലോകത്ത് വലിയ ചോദ്യചിഹ്നങ്ങൾ ബാക്കി വയ്ക്കുകയാണ്. പെനാൽറ്റി പാഴാക്കി നിൽക്കുമ്പോൾ ഏത് മഹാന്മാരും ഒന്ന് പതറും. എന്നാൽ പതറാനല്ല, ഫുട്ബോൾ ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ അതിമാനുഷികനായി മാറി ലോകത്തെ വിറപ്പിക്കാനാണ് താൻ വന്നതെന്ന് കിലിയൻ എംബാപ്പെ ഒന്നുകൂടി തെളിയിച്ചിരിക്കുന്നു.